നമ്മളൊരു തട്ടിക്കൂട്ട് മക്രോണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ്, ചിക്കനില്ലാതെ ആക്കുന്ന റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ഉമ്മാക്ക് സുഖമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ നമ്മൾ മക്രോണി കണ്ടത്. അപ്പോൾ മക്രോണി വെച്ചിട്ട് തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് മക്രോണി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും നെയ്യും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളത് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ സ്റ്റെപ്പിലേക്ക് കിടക്കാം, അടുത്ത സ്റ്റെപ്പിലേക്ക്. അതിനായിട്ട് പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ചൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളിതാ കുറച്ച് തക്കാളി, പിന്നെ ഉള്ളി, പച്ചമുളക്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മന്തി മസാലപ്പൊടിയാണ്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിലുള്ള മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം, ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ നല്ല സെറ്റായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല സെറ്റായിട്ട് മസാല സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മക്രോണിയാണ് കേട്ടോ. മക്രോണി വേവിച്ചിട്ട് വെച്ചത് ഇത് നമ്മൾ ഇതിൻ്റെത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മെയിനായിട്ടുള്ള നമ്മളെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് ഒന്ന് സെറ്റാകാൻ വേണ്ടി അടച്ച് വെക്കാം. നല്ല ടേസ്റ്റി മക്രോണി റെഡി ആയിട്ടുണ്ട്, ചിക്കനൊന്നും ഇല്ലാതെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്, കമൻസ് പറയാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.